കേരളത്തിലെ LDFിന് CPMന് ഇപ്പോൾ തന്നെ നിരവധി ചോദ്യങ്ങളുണ്ട്. ഇതിനിടെ കേരളത്തിലെ CPMനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും MV ഗോവിന്ദനെയും വെട്ടിലാക്കിക്കൊണ്ട് കർണാടകയിൽ BJP പോസ്റ്ററിൽ ഇടത് മന്ത്രിസഭയിലെ മന്ത്രി K കൃഷ്ണൻകുട്ടിയും കർണാടകയിലെ BJP സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററിൽ വൈദ്യുതി വകുപ്പ് മന്ത്രി K കൃഷ്ണൻകുട്ടിയുടെ ചിത്രം JDS സംസ്ഥാന അധ്യക്ഷൻ മാത്യു ടി തോമസും പോസ്റ്ററിലുണ്ട്. ബംഗളൂരു റൂറൽ സ്ഥാനാർത്ഥിയും ദേവഗൌഡയുടെ മരുമകനുമായ ഡോക്ടർ CN മഞ്ജുനാഥിന്റെ പോസ്റ്ററിലാണ് ചിത്രങ്ങൾ. സംസ്ഥാനത്ത് JDS NDA സഖ്യത്തിലാണ്. കർണാടകയിലെ BJP സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററിൽ കേരളത്തിലെ LDF മന്ത്രി K കൃഷ്ണൻകുട്ടിയുടെ ചിത്രം ഉൾപ്പെടുത്തിയത് രാഷ്ട്രീയ വിവാദമാകുന്നു. JDS സംസ്ഥാന അധ്യക്ഷൻ മാത്യു ടി തോമസും പോസ്റ്ററിൽ. ബംഗളൂരു റൂറൽ സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററിലാണ് LDF നേതാക്കളുടെ ചിത്രങ്ങൾ. JDSന്റെ സേവാദൾ നേതാവ് ബസവരാജാണ് പോസ്റ്റർ ഇറക്കിയത്. ദേശീയതലത്തിൽ NDA സഖ്യത്തിലുള്ള JDS കേരളത്തിൽ LDF സഖ്യത്തിലാണ്. ബംഗളൂരുവിൽ വ്യാഴാഴ്ച റെയിൽവേ ലേഔട്ടിൽ നടത്തിയ പരിപാടിയുടെ പോസ്റ്ററിലാണ് കേരളത്തിലെ നേതാക്കളുടെ ചിത്രം പ്രത്യക്ഷപ്പെട്ടത്. 2023 കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെയാണ് NDA സഖ്യത്തിൽ JDS ചേർന്നത്. NDAയുടെ ഭാഗമാകാനുള്ള ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനത്തെ തള്ളിപ്പറഞ്ഞ് JDS കേരള ഘടകം രംഗത്ത് വന്നിരുന്നു. ഇതിനിടെ മുൻ മന്ത്രിയും മുതിർന്ന CPM നേതാവുമായ G സുധാകരനും അതിശക്തമായി തന്നെ ആഞ്ഞടിച്ചിരിക്കുകയാണ്. കൈപിടിച്ച് കയറ്റിയവനെ കഴുത്തിന് പിടിച്ച് തള്ളിയാണ് ചിലർ MLAയും MPയും ഒക്കെ ആകുന്നതെന്നാണ് G സുധാകരൻ പറയുന്നത്. പരസ്യമായി എതിർക്കുകയും രാത്രി ഫോൺ വിളിച്ചിട്ട് ചുമ്മാതെ പറഞ്ഞതാ എന്ന് പറയുന്ന പരിപാടിയുണ്ട് ചിലർക്ക്. അത് വർദ്ധിച്ചു വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു. കൈപിടിച്ച് കയറ്റിയവനെ കഴുത്തിന് പിടിച്ച് തള്ളിയിട്ടാണ് ചിലർ MLAയും MPയും ഒക്കെ ആകുന്നതെന്ന് CPM നേതാവും മുൻ മന്ത്രിയുമായ G സുധാകരൻ. ഒരു സ്ഥാനത്ത് എത്തുന്നതിന് മുൻപ് MLAയും MPയും ആകണമെന്ന മോഹമാണ് ചിലർക്ക്. അത് കൈപിടിച്ച് കയറ്റിയവന്റെ കഴുത്തിന് വെട്ടുന്ന പരിപാടിയാണ്. അവനെ അങ്ങ് തട്ടിക്കളഞ്ഞാൽ തനിക്ക് അവിടെ കയറിയിരിക്കാം, എന്നിട്ട് അവിടെ കയറിയിരുന്നിട്ട് കൈകാലിട്ടടിക്കും. ഇതാണിപ്പോൾ കേരളത്തിൽ നടക്കുന്നതെന്നും അദ്ദേഹം ആലപ്പുഴയിൽ പറഞ്ഞു. രാഷ്ട്രീയത്തിൽ വിജയിക്കണമെങ്കിൽ വിദ്യാഭ്യാസ യോഗ്യതയല്ല, മറിച്ച് സാമാന്യ ബോധമാണ് പ്രധാനം. സാമൂഹിക പ്രവർത്തനത്തിലും ജീവിതത്തിലും സാമാന്യ ബോധമുള്ളവർ ജയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മറ്റുള്ളവരെ ബഹുമാനിക്കുക, എതിർക്കേണ്ട കാര്യത്തിൽ ശക്തമായി വിട്ടുവീഴ്ചയില്ലാതെ എതിർക്കുക, പരസ്യമായി എതിർക്കുകയും രാത്രി ഫോൺ വിളിച്ചിട്ട് ചുമ്മാതെ പറഞ്ഞതാ എന്ന് പറയുന്ന പരിപാടിയുമുണ്ട് ചിലർക്ക്. അത് വർദ്ധിച്ചു വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു. താനൊരു പൂജാരിയെയും ആക്ഷേപിച്ചിട്ടില്ല. അവരുടെ ശമ്പളം കൂട്ടിക്കൊടുത്തത് താനാണ്. മലബാർ ദേവസ്വം സ്ഥാപിച്ചാൽ മരിച്ചു പോകുമെന്നും പലരും പറഞ്ഞു. എന്നാൽ അത് രൂപവൽക്കരിച്ചുവെന്നും G സുധാകരൻ പറഞ്ഞു.